പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. ഓരോ ദിവസവും പാചകവാതം കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതിൽ കൂടുതലും ഈ കൊമേഴ്സ്യൽ വാണിജ്യ ഉപയോഗത്തിനുള്ള പാചകവാതകമാണ് ലഭിക്കാൻ ഏറ്റവും പ്രയാസം. അത് പലയിടത്തും ഇപ്പോൾ വിതരണം നിർത്തിവച്ചിരിക്കുന്നു. പല ഹോട്ടലുകളും പൂട്ടുന്നു, പല തട്ടുകടകളും തുറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് തലസ്ഥാനത്തൊരു പ്രധാനപ്പെട്ട ഹോട്ടലിലാണ്. ഇവിടെ ബിരിയാണിയാണ് ഇവിടുത്തെ പ്രധാന വിഭവം. ഇപ്പോൾ അടുപ്പ് കൂട്ടി ബിരിയാണി ഉണ്ടാക്കുകയാണ്. നമ്മളിത് സാധാരണഗതിയിൽ ഈ വിറകടുപ്പിലുള്ള ആഹാരമെന്ന് പറഞ്ഞ് പലരും ക്യാമ്പയിൻ ചെയ്യുന്നത് പോലെ ഉള്ളതല്ല. ഇത് മറ്റു വഴിയില്ലാതെ കടയുടമ അടുപ്പ് കൂട്ടി പുറത്ത് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഹോട്ടലിന്റെ പുറത്ത് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ വിറകടുപ്പിൽ ബിരിയാണി തയ്യാറാക്കുകയാണ്. അത്രയധികം ക്ഷാമം ഇവിടെ ഈ പാചകവാതകത്തിലുണ്ട്. പാചകവാതക സിലിണ്ടറുകൾ കിട്ടാതെ പോകുന്നു. പഴമയിലേക്ക് മലയാളി തിരിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പറയാം. വിറകുകൾ നേരത്തെ വിറക് വാങ്ങാനൊക്കെ പോകുന്ന ആളുകൾ നമുക്ക് എപ്പോഴും കാണാമായിരുന്നു. അത്തരത്തിലുള്ള വിറകുകൾ അടുപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. നാട്ടിൻപുറങ്ങളിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ ചിലയിടത്ത് മാത്രം ഈ ഇത്തരം വിറകുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിലേക്ക് മലയാളി തിരിച്ചു പോവുകയാണ്. ഈ ഇത്തരം വിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ആഹാരം പാകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വീണ്ടും എത്തുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തന്നെയാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് മലയാളിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം സാധനങ്ങൾ വീണ്ടും ഉണ്ടാകും. ഇപ്പോൾ ബിരിയാണിയും മറ്റ് ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കേണ്ടത് ഇത്തരം അടുപ്പുകൾ, 2 അടുപ്പുകൾ ഇവിടെ പുറത്ത് വിറകടുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇത്തരം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ക്ഷാമം ഇതേപടി തുടർന്നാൽ കൂടുതൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. ഇവിടെ ഈ കടയുടെ ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം? വിറകടുപ്പ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാമത് സ്റ്റാഫ് ഹിന്ദിക്കാരാണ് സ്റ്റാഫ്. അപ്പം അവർക്ക് അവരുടെ ഫുഡും കാര്യങ്ങളുണ്ട്. അവർക്ക് എന്തായാലും സാലറിയും കൊടുക്കണം. ഒരു കട ഒരു ദിവസം അടച്ചിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വളരെ പൈസ എക്സ്പെൻസീവ് കിട്ടണം. ഒന്നാമത് ഗ്യാസ് കിട്ടാത്ത വളരെ ഞങ്ങൾ ഗ്യാസിന് വേണ്ടി മാക്സിമം എല്ലായിടത്തും നോക്കി. അപ്പം കുറച്ച് പേര് ഗ്യാസ് അവിടെ ഗോറോണിൽ പോയപ്പോൾ ഗ്യാസ് ഉണ്ട്, പക്ഷെ അവർ ഗ്യാസ് തരുന്നില്ല. അവർ പറഞ്ഞ അവർ ഹോസ്പിറ്റലിനെ കൊടുക്കുള്ളൂ, അവർ വേണ്ടപ്പെട്ടവരൊക്കെ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവർ അങ്ങനെയും പറയുന്നുണ്ട്. ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് പോയത് 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നില്ല. പിന്നെ ഉള്ള ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ച് മറിച്ചൊക്കെ ഇട്ടാണ് ഞങ്ങൾ മാക്സിമം. എത്ര സിലിണ്ടർ സാധാരണ ഉപയോഗിക്കാറുണ്ട്? ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ വിഭവം. ചെന്നൈ റോയൽ ബിരിയാണി എന്ന കടയുടെ പേര്. ബിരിയാണിയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. മാത്രമല്ല പിന്നെ വിറക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ കിട്ടാറില്ല. ഞാൻ ചോദിച്ചു വിറക് എവിടുന്ന? വിറക് കാണാൻ തന്നെ ഇല്ല. പണ്ട് നമ്മളൊക്കെ വിറക് വാങ്ങാൻ പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ വിറക് എവിടുന്നാണ്? വിറക് വിളിച്ച് ചോദിച്ച് കാട്ടാക്കടയിൽ നിന്നാണ് ഞങ്ങൾ വിറക് ഇറക്കിയത്. കാട്ടാക്കടയിൽ നിന്നും പാപ്പനം കൂടെ നിന്ന് വിറക് ഇറക്കേണ്ടി വന്നത്. കാരണം അതൊരു മെനക്കെടാണ്. കാരണം ഒരു പെട്ടിയാട്ടടയിൽ അല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല.